ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. യുഎഇയിലെ ആദ്യ ഫ്ലൈയിംഗ് ടാക്സി സ്റ്റേഷന്റെ പേരിന് അംഗീകാരം. DXB എന്ന സ്റ്റേഷൻ ദുബായ് വിമാനത്താവളത്തിനരികെയാണ് നിലവിൽ വരിക. പറക്കും ടാക്സികൾ ആകാശത്ത് സാധാരണ കാഴ്ചയാകാൻ ദുബായിൽ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ടാക്സി സ്റ്റേഷനുകളുടെ നിർമ്മാണം ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. ദുബായിയുടെ വിവിധ മേഖലകളിൽ 4 സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യ സ്റ്റേഷന്റെ പേരിന് അധികൃതർ അംഗീകാരം നൽകി. ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപോർട്ട് അഥവാ DXV എന്നാണ് സ്റ്റേഷൻ അറിയപ്പെടുക. ദുബായ് വിമാനത്താവളത്തോട് ചേർന്നാണ് DXV സ്റ്റേഷൻ സ്ഥിതി ചെയ്യുക. 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ദുബായ് എയർപോർട്ടിനരികിൽ സ്റ്റേഷൻ വരുന്നത്. ടാക്സികൾക്ക് വന്നിറങ്ങാനും പറന്നുയരാനുമുള്ള പ്രത്യേകം സ്ഥലം, ചാർജിങ്ങിനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ളവയെല്ലാം സ്റ്റേഷനിലുണ്ടാകും. ഇതോടൊപ്പം ഡൗൺ ടൗൺ, ദുബായ് മറീന, പാം ജുമേറ എന്നിവിടങ്ങളിൽ കൂടി സ്റ്റേഷനുകൾ വരും. വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമേറയിലേക്ക് 12 മിനിറ്റിനകം എത്താനാകും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്കൈ പോർട്സുമായി ചേർന്നാണ് എയർ ടാക്സി സ്റ്റേഷനുകളുടെ ഡിസൈനും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത്. സ്റ്റേഷനുകളുടെ നിർമ്മാണം 2026 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഈജിപ്ഷ്യൻ വിമത നേതാവും കവിയുമായ അബ്ദുറഹ്മാൻ അൽ ഖറദാവിയെ UAEക്ക് കൈമാറി. ലബനനിൽ അറസ്റ്റിലായിരുന്ന അബ്ദുറഹ്മാൻ കുറ്റവാളികളെ കൈമാറുന്ന നിയമപ്രകാരമാണ് UAEക്ക് കൈമാറിയത്. UAE വാർത്താ ഏജൻസി വാം ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. പൊതുസുരക്ഷ അപകടത്തിലാക്കുന്ന പ്രവർത്തനം നടത്തിയെന്ന കുറ്റമാണ് കവിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ വ്യാപനത്തിൽ മരണം 10. ശക്തമായ കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഹോളിവുഡ് താരങ്ങളുടെ വീടുകളും കത്തിനശിച്ചു. നിരവധി ഹോളിവുഡ് കമ്പനികൾ ചലച്ചിത്ര നിർമ്മാണം നിർത്തിവെച്ചു. കാട്ടുതീയിൽ 35,000 ഏക്കറിലധികം കത്തിനശിച്ചതായാണ് വിവരം. ആന്റണി ഹോപ്കിൻസ്, ജോൺ ഗുഡ്മാൻ, അന്ന ഫാരിസ്, മാൻഡി മൂർ, പാരിസ് ഹിൽട്ടൺ തുടങ്ങി ഹോളിവുഡിലെ പ്രമുഖരുടെ വീടുകളും കത്തിനശിച്ചു. മാർക്ക് ഹാമിൽ, യൂജിൻ ലെവി തുടങ്ങിയവർക്ക് വീടുപേക്ഷിച്ചു പോകേണ്ടി വന്നു. സിനിമകളിലൂടെ പ്രശസ്തമായ പാലിസഡ്സ് ചാർട്ടർ ഹൈസ്കൂളും അഗ്നിക്കിരയായി. 10,000-കണക്കിന് ആളുകൾക്കാണ് വീടുപേക്ഷിച്ചു പോകേണ്ടി വന്നത്. കൂടുതൽ പേരെ ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നതായി അധികൃതർ വ്യക്തമാക്കി. ആളുകൾ ഒഴിഞ്ഞുപോയിടങ്ങളിൽ വ്യാപകമായ കൊള്ള നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. നിയമലംഘനത്തെ തുടർന്ന് സാന്റാമോണിക്ക നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. സ്കൂളുകൾ അടച്ചിടുമെന്നും സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ ക്ലാസുകൾ പുനരാരംഭിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാൻ ചിലവൊന്നും ഈടാക്കരുതെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകി. സാൻ ഫെർണാൻഡോ താഴ്വരയിൽ നിന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച കാട്ടുതീ പടർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 16 അബുദാബി ലേ റോയൽ മെറിഡിയൻ ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അബുദാബി ഇന്ത്യൻ എംബസിയിലെ ഉന്നതോദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും സംബന്ധിക്കുന്ന പരിപാടി മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പോസ്റ്റർ പ്രകാശനം ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് നിർവഹിച്ചു. ഹാഷ്മണി കേസിൽ ഡൊണാൾഡ് ട്രംപിനെ കുറ്റവിമുക്തനാക്കി. ന്യൂയോർക്ക് കോടതിയുടേതാണ് വിധി. നിയുക്ത പ്രസിഡന്റ് ആയതിനാൽ പ്രത്യേകം ശിക്ഷ വിധിക്കുന്നത് മാൻഹട്ടൻ ജഡ്ജി ഒഴിവാക്കി. ജയിൽ ശിക്ഷയോ പിഴയോ ഇല്ലാതെ ട്രംപിന് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കാനാകും. 34 കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയത്. എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിവാഹേതര ബന്ധം മറച്ചുവെക്കാൻ പോൺ താരം സ്റ്റോമി ഡാനിയൽസിന് പണം നൽകി എന്നതാണ് കേസ്. രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായിട്ടാണ് ചുമതലയേറ്റത്. നിയമ തടസ്സമുള്ളതുകൊണ്ട് TMC അംഗത്വം എടുത്തിട്ടില്ല എന്ന് അൻവർ 24നോട് പറഞ്ഞു. UDF പ്രവേശനത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടെയാണ് PV അൻവറിന്റെ ഈ നീക്കം. അപ്രതീക്ഷിതം. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് വിരാമം. കൊൽക്കത്തയിൽ വെച്ച് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവറിനെ സ്വീകരിച്ചു. TMCയുടെ കേരള കോർഡിനേറ്ററായിട്ടാണ് ചുമതല. നിയമ തടസ്സമുള്ളതുകൊണ്ട് അംഗത്വം എടുത്തിട്ടില്ല. മലയോര മേഖലയുടെ പ്രശ്നം പാർലമെന്റിൽ ഏറ്റെടുക്കുമെന്ന് മമതാ ബാനർജി ഉറപ്പു നൽകിയതായി PV അൻവർ 24നോട്. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള സംസ്ഥാന
കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അംഗത്വം എടുക്കുന്നതിന് ലീഗലായിട്ട് ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതൊരു ലീഗൽ ഒപ്പീനിയന് ശേഷമേ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. 1.5 മാസമായി തൃണമൂൽ കോൺഗ്രസുമായി നടന്ന ചർച്ചയാണ് വിജയിച്ചത്. മമതാ ബാനർജി ഈ മാസം അവസാനത്തോടെ കേരളത്തിലെത്തും. അതിനു മുന്നോടിയായി MP-മാർ വരും, അൻവർ വൃത്തങ്ങൾ വ്യക്തമാക്കി. UDF-ലേക്കുള്ള വഴി മുട്ടിയതോടെയാണ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം. PV അൻവറിനെ എടുക്കുന്നതിൽ കടുത്ത ഭിന്നസ്വരം ഉയർന്നതോടെ മുന്നണിയുടെ ഭാഗമാക്കാൻ ആകില്ലെന്ന് നേതാക്കൾ അൻവറിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് കളം മാറ്റം. 24 മലപ്പുറം. ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ജാമ്യഹർജി പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതിനാൽ അതുവരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയണം. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിന് ഉള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയതോടെ ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും. അടിയന്തരമായി ജാമ്യഹർജി പരിഗണിക്കണമെന്ന ബോബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇടക്കാല ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ശ്രമം നടത്തിയെങ്കിലും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബിക്കുമുള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകിയെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകി കോടതി ഹർജി മാറ്റുകയായിരുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 24 കൊച്ചി. ഭാവഗായകന് വിട. ഭാവഗായകൻ P. ജയചന്ദ്രന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം. പൂങ്കുന്നത്തെ വസതിയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടിൽ നടക്കും. ആഴത്തിൽ പതിഞ്ഞതും കേട്ടുമതിവരാത്ത പാട്ടുകളും ഇനി ബാക്കി. പ്രിയഗായകൻ P. ജയചന്ദ്രന് കലാകേരളം വിട ചൊല്ലുകയാണ്. തൃശൂർ പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും ആയിരങ്ങളാണ് P. ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രാഷ്ട്രീയ നേതാക്കളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും P. ജയചന്ദ്രനെ അവസാന നോക്ക് കണ്ടു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ മലയാളത്തിന്റെ ഭാവഗായകന് ആദരമർപ്പിച്ചു. വൈകാരികമായാണ് P. ജയചന്ദ്രനുമൊത്തുള്ള സൗഹൃദത്തെ പലരും ഓർത്തെടുത്തത്. ജയചന്ദ്രൻ ഹിറ്റ് മേക്കറാണ്. ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ്. മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു പുണ്യാത്മാവാണ്. കാരണം ഈ ഒരു ദിവസം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും 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 ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. P. ജയചന്ദ്രന്റെ വിയോഗം പൂങ്കുന്നത്തുകാർക്കും താങ്ങാൻ കഴിയുന്നില്ല. വൈകിട്ട് പാട്ടും പതിവ് നടത്തവുമായെത്തുന്ന ജയേട്ടൻ ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നു. ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതി തന്നെ ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ജയേട്ടൻ പോകുന്നു വിചാരിച്ചില്ല. വളരെ നല്ല മനുഷ്യനായിട്ടുള്ള പെരുമാറ്റം, അയൽക്കാരോടെല്ലാം വളരെ തൃപ്തികരമായിട്ട് പെരുമാറി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം പരിചയമുണ്ട്. നല്ലൊരു ഭാവഗായകനെ നഷ്ടപ്പെട്ടു. അത് സങ്കടം. നാളെ ഉച്ചതിരിഞ്ഞ് 3:30 ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വളപ്പിലാണ് P. ജയചന്ദ്രന്റെ സംസ്കാരം. രാവിലെ 8 മണിയോടെ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് മൃതദേഹം പാലിയത്തേക്ക് കൊണ്ടുപോകും. 24 തൃശൂർ. താൻ ദൈവമല്ല, തനിക്കും തെറ്റുപറ്റാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോത്ര കലാപം ഉൾപ്പെടെ പരാമർശിക്കുന്ന പ്രധാനമന്ത്രിയുടെ ആദ്യ പോഡ്കാസ്റ്റിലാണ് ഈ പരാമർശം. തന്റേത് സാധാരണ ജന്മമല്ല എന്നും തന്നെ ദൈവം അയച്ചതാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ മുൻ പരാമർശം ചൂണ്ടിക്കാട്ടി പരിഹാസവുമായി കോൺഗ്രസ്.
ഗുജറാത്തിലെ ഗോദ്ര കലാപം മുതൽ ഇതുവരെയുള്ള രാഷ്ട്രീയ നാൾ വഴികളിലെ ഓർമ്മകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു. കലാപം നടന്ന ഗോദ്രയിൽ എത്തിയ താൻ കണ്ടത് വേദനാജനകമായ കാഴ്ചകൾ. अब वो दर्दनाक दृश्य, इतने डेड बॉडी है, सब कल्पना कर सकते. मैं भी इंसान हूँ, मुझे भी सब कुछ हुआ जो होना था, लेकिन मुझे मालूम था कि मैं एक ऐसे पद पर बैठा हूँ कि मुझे मेरे इमोशंस को, मेरी ये जो नेचुरल टेंडेंसी मनुष्य की होती है, उन सब से बाहर रहना होगा. രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹം മാത്രം പോരാ, ലക്ഷ്യവും വേണമെന്ന് യുവാക്കൾക്ക് നരേന്ദ്രമോദിയുടെ സന്ദേശം. തനിക്കും തെറ്റുപറ്റാം, കാരണം താൻ ദൈവമല്ല, ബോധപൂർവം തെറ്റുവരുത്താറില്ലെന്നും നരേന്ദ്രമോദി. പോഡ്കാസ്റ്റിലെ നരേന്ദ്രമോദിയുടെ പരാമർശങ്ങളെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. താൻ അജൈവികനാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ മനുഷ്യനാണെന്ന് പറയുന്നുവെന്നും കോൺഗ്രസ് പരിഹസിച്ചു. രാജ്യം ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങളെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പോഡ്കാസ്റ്റ്. 24 ഡൽഹി. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നിയമന വിവാദം ചർച്ചയാകുന്നതിനിടെ MLA IC ബാലകൃഷ്ണന് കുരുക്കായി ശുപാർശ കത്ത്. DCC പ്രസിഡന്റായിരിക്കെ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകണമെന്ന് IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്യുന്ന കത്താണ് പുറത്തുവന്നത്. അതേസമയം NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും അറസ്റ്റ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞു. 2021 IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്താണ് പുറത്തുവന്നത്. അർബൻ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകാനായിരുന്നു കത്ത്. ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നെന്മേനിക്കുന്ന് സ്വദേശിക്ക് നിയമനം നൽകി. ഈ നിയമനത്തോടെയാണ് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മകൻ ജിജേഷിന് അർബൻ ബാങ്കിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതെന്നാണ് CPIM ആരോപണം. ഇതിനു പിന്നിൽ കോഴയിടപാടാണെന്ന് കാണിച്ച CPIM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്തതിന് പിന്നാലെ താൻ ഒളിവിൽ പോയെന്ന പ്രചാരണം ശരിയല്ലെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. 2 ദിവസത്തിനകം വയനാട്ടിൽ തിരിച്ചെത്തും. നീതിന്യായ വ്യവസ്ഥയിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും IC ബാലകൃഷ്ണൻ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നും നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞത്. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. 24 വയനാട്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ശരണ്യ മണികണ്ഠൻ ദമ്പതികളുടെ 7 വയസ്സുള്ള മകൾ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. വീടിന് മുൻപിൽ ബസ് ഇറങ്ങിയ കുട്ടി കേബിൾ കുരുങ്ങി ബസിനടിയിലേക്ക് വീണാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. മടവൂർ LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച കൃഷ്ണേന്ദു. വൈകിട്ട് 4:30 വീടിന് മുമ്പിലായിരുന്നു അപകടം. ബസ്സിറങ്ങിയ കൃഷ്ണേന്ദു അടുത്ത ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണു. കുട്ടിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒറ്റ ഓട്ടോ ഓടി തട്ടി വീണാണ്. വണ്ടി തട്ടിയാണ് വീണാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്ത് ഓടി. ഡ്രൈവറും കാണത്തില്ലല്ലോ, അങ്ങനെ തട്ടി വീണ. എന്നിട്ട് അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. ഞാനും അവിടുത്തെ ചേട്ടനും കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും കൊച്ചൊരു ഇതായിരുന്നു, ബോധമൊന്നുമില്ല, ശരീരമാകെ തണുത്ത് ഒരു ഇതായിരുന്നു, തലയിൽ കൂടെയാണ് കയറിയത്. വീടിന് സമീപത്തുണ്ടായിരുന്ന കേബിൾ കാലിൽ കുടുങ്ങിയാണ് കുട്ടി വീണതെന്നും ആക്ഷേപമുണ്ട്. കൃഷ്ണേന്ദുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൽ വന്നിറങ്ങുകയും കുറച്ച് മുന്നോട്ടേക്ക് ബസ്സിൽ ഇറങ്ങിയ ശേഷം കുറച്ച് മുന്നോട്ടേക്ക് അത് നടന്നു പോയ സമയത്ത് അവിടെ റോഡിൽ കിടന്ന കേബിളിലോ വയറിലോ കണ്ട് കുടുങ്ങി ആ വണ്ടിക്ക് അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. സ്കൂൾ ബസ് ഡ്രൈവറെ പള്ളിക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകട സമയം കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. അമ്മ സ്വകാര്യ സൂപ്പർമാർക്കറ്റിലെ ജീവനക്കാരിയാണ്. അച്ഛൻ KSRTCയിലെ താൽക്കാലിക ഡ്രൈവറും. സഹോദരൻ മടവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി V ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മരിച്ച കൃഷ്ണേന്ദുവിന്റെ സംസ്കാരം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മടവൂർ സ്വദേശി ബിജുകുമാറിനെതിരെയാണ് കേസ്. അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു എന്നാണ് എഫ്ഐആർ. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. IAS തലപ്പത്തി പോരിന് അവസാനമാകുന്നില്ല. കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാതെ വിശദീകരണം ചോദിച്ച N പ്രശാന്ത് IASന് മറുപടിയുമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ രംഗത്ത് വന്നു. ഇതിനിടെ N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ 120 ദിവസത്തേക്ക് കൂടി നീട്ടിയപ്പോൾ സസ്പെൻഷനിലായിരുന്ന K ഗോപാലകൃഷ്ണൻ IASനെ സർവീസിൽ തിരിച്ചെടുത്തു. N പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടുമ്പോൾ K ഗോപാലകൃഷ്ണന് സർക്കാരിന്റെ തലോടൽ. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. K ഗോപാലകൃഷ്ണൻ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകിയപ്പോൾ N പ്രശാന്ത് മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ച് കത്തും നൽകി. സസ്പെൻഡ് ചെയ്തതിന്റെ കാരണങ്ങൾ തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകൾ വേണമെന്നതാണ് ഒടുവിലത്തെ ആവശ്യം. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ N പ്രശാന്തിന്റെ ആവശ്യത്തിന് കത്തിലൂടെ മറുപടി നൽകി. കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് കത്തിൽ താക്കീത്. അതിനുശേഷം രേഖകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന് അവസരമുണ്ടാകും. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ വന്നാൽ ഏത് രേഖകളും പരിശോധിക്കാം. കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാനുള്ള സമയം 15 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിഭാഗീയതയ്ക്കെതിരെ താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവർത്തകരുടെ കുഴിഞ്ഞുപോക്കിന് കാരണം ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമാണെന്ന് പിണറായി വിജയൻ തുറന്നടിച്ചു. ഇന്ന് ആരംഭിച്ച ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും മുതിർന്ന നേതാവ് G സുധാകരൻ എത്തിയില്ല. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തിന് മുൻപായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കായംകുളം, ഹരിപ്പാട്, കുട്ടനാട് എന്നിവിടങ്ങളിലെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ചൂണ്ടിക്കാട്ടിയാണ് വിഭാഗീയതയ്ക്കെതിരെ പിണറായി വിജയന്റെ കർശന മുന്നറിയിപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തോൽവി വിലയിരുത്താനോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ആലപ്പുഴയിലെ ഒരു ഘടകവും ശ്രമിച്ചില്ല. സംരക്ഷിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും ജില്ലയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് വിമർശിച്ചില്ല. സമ്മേളനത്തിലെ ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ G സുധാകരനെ ജില്ലാ സെക്രട്ടറി നേരിട്ട് ക്ഷണിച്ചിരുന്നു. എന്നാൽ G സുധാകരൻ പങ്കെടുത്തില്ല. സമാപന സമ്മേളനത്തിലും G സുധാകരന്റെ പേരുണ്ട്. 1975 ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആലപ്പുഴയിലെ ആദ്യ സമ്മേളനമാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാക്കളും മുഴുവൻ സമയവും പങ്കെടുക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും നാളെയുമായി നടക്കും. ജില്ലാ സെക്രട്ടറിയായി R നാസർ തന്നെ തുടരാനാണ് സാധ്യത. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ. 24 ആലപ്പുഴ. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതനാശയങ്ങളും നേതൃപാഠവും വളർത്തുന്നതിനായി 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് നാളെ തുടങ്ങും. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് ചെയ്യും. സുസ്ഥിര സമ്പദ് വ്യവസ്ഥയ്ക്ക് സംരംഭകത്വം അത്യന്താപേക്ഷിതമാണ്. കേരളത്തെ സംരംഭക സൗഹൃദ സംസ്ഥാനമാക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 24 ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന കോൺക്ലേവിന് നാളെ കൊടിയേറും. വിഖ്യാതരായ പ്രൊഫഷണലുകളെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ബിസിനസ് കോൺക്ലേവ് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഇതിൻ്റെ വ്യത്യസ്ത എന്താണെന്ന് പറഞ്ഞാൽ അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളൂ. പ്രധാനവും ആയിട്ടും 3 വിഷയത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 1, 2047 വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കും. 2, പബ്ലിക് ഇഷ്യൂസിന് പോകുമ്പോൾ IPO എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ മൂന്നാമത്തെ കാര്യം, ലോകത്തിൻ്റെ മാറ്റം ഇന്ന് നിങ്ങൾക്കറിയാം നിർമ്മിത ബുദ്ധിയിലൂടെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം കൂടി നാളെ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനം, ഈ പ്രൊഫഷണലുകൾ സംസാരിക്കുന്നത് സംരംഭകരായി വന്നിട്ടുള്ള ഈ ബിസിനസ് രംഗത്ത് തങ്ങളുടെ മാന്ത്രികമായ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവാണ് നാളെ 24 സംഘടിപ്പിക്കുന്നത് കൊച്ചിയിൽ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അതിവേഗത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണവും കോൺക്ലേവിന്റെ ലക്ഷ്യമാണ്. ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047, ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക്, AI ഡ്രിവൻ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ, IPO, ഡീറ്റെയിൽസ് ഡിസ്കഷൻ എന്നീ വിഷയങ്ങളിലെ പാനൽ ചർച്ചകളാണ് കോൺക്ലേവിലെ പ്രധാന ആകർഷണം. രജിസ്ട്രേഷനിലൂടെയാകും പ്രവേശനം. KLM മാക്സിവയുടെ പങ്കാളിത്തത്തോടെയാണ് കോൺക്ലേവ് നടത്തുന്നത്. പുത്തനാശയങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യത്യസ്ത സെഷനുകളിൽ ആഗോള പ്രമുഖർ വിഷയാവതരണം നടത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, MP-മാരായ ശശി തരൂർ, ഹൈബി ഈഡൻ, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും. 24 കൊച്ചി.
ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോലും മാധ്യമപ്രവർത്തനം വെല്ലുവിളി നേരിടുന്ന കാലമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് അമേരിക്ക കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക സംഘടിപ്പിച്ച മാധ്യമശ്രീ അവാർഡ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് പ്രൊഫസർ കെ.വി. തോമസ് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ബെസ്റ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം പ്രൊഡ്യൂസർക്കുള്ള അവാർഡ് 24 സീനിയർ പ്രൊഡ്യൂസർ രാജേഷ് ആർനാഥും ഏറ്റുവാങ്ങി. കൊല്ലം മീയണ്ണൂരിൽ KSRTC ബസ് മറിഞ്ഞു. ആക്സൽ ഒടിഞ്ഞ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരുക്കേറ്റവരെ അസീസിയ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദൃശ്യങ്ങളിലേക്ക്. കൊടും ശൈത്യത്തിൽ വലഞ്ഞ ഉത്തരേന്ത്യ. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മൂടൽമഞ്ഞിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യോമ ട്രെയിൻ ഗതാഗതം താറുമാറായി. ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ കൊടും തണുപ്പാണ്. കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെത്തി. മൂടൽമഞ്ഞ് രൂക്ഷമായതോടെ ഡൽഹിയിൽ പലയിടങ്ങളിലും കാഴ്ചപരിധി 0 കുറഞ്ഞു. 250-ലധികം വിമാനങ്ങൾ വൈകിയതോടെ ഒട്ടേറെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ യാത്രക്കാർ പാലിക്കണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിരവധി ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. റോഡ് യാത്രക്കാർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഡൽഹിയിലെ വായു ഗുണനിലവാരം വീണ്ടും ഗുരുതര വിഭാഗത്തിലെത്തിയത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. 24 ഡൽഹി. ഒഡീഷയിൽ മലയാളി ജവാൻ വെടിയുതിർത്ത് ജീവനൊടുക്കി. CISF കോൺസ്റ്റബിൾ അഭിനന്ദൻ PK ആണ് മരിച്ചത്. സർവീസ് റിവോൾവർ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ അടിയന്തരമായി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്നും ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ദുരന്തബാധിതരുടെ ഭാഗം കേൾക്കാതെയാണ് സർക്കാർ പുനരധിവാസ തീരുമാനമെടുത്തതെന്ന് ഹർജികളിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ പ്രദേശവാസി ബൈജു മാത്യൂസ് കോടതിയെ അറിയിച്ചു. പുനരധിവാസ നടപടികളിൽ ആക്ഷേപമുണ്ടെങ്കിൽ അമിക്കസ് ക്യൂറി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.